ഹലോ. സർവമായ OTTയിൽ വീണ്ടും കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഹൊറർ എലിമെൻ്റുള്ള എത്ര സിനിമകളാണ് ഈ 2025 വന്നു പോയതല്ലേ. മമ്മൂക്കയുടെ ഭ്രമയുഗം, പ്രണവിൻ്റെ DS ഇറേ, കല്യാണിയുടെ ലോക, പിന്നെ നിവിൻ്റെ സർവമായ. ലോകയിലും സർവമായാലും ആ ഹൊറർ എലിമെൻറ്റിനെ മാനുഷികവൽക്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകയിൽ നീലി എന്ന യക്ഷിയെ ആധുനികവൽക്കരിക്കുകയും അവൾ നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നു. സർവമായിൽ മനുഷ്യരെ പോലെ പേടിക്കുന്നതും നിഷ്കളങ്കവും തീരെ പാവവുമായ ഒരു പ്രേതമാണ് നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമകൾ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടുകയും അവ വലിയ വിജയങ്ങളാവുകയും ചെയ്തു. നമ്മൾ പേടിക്കാതെ സന്തോഷത്തോടെ ഇരുന്ന് കണ്ട സിനിമകൾ, പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നീലിയും ഡെലൂലുവും. ഈ സമയത്ത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതും ഭയപ്പെട്ടിരുന്നതുമായ പ്രേതകഥകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ എൻ്റെ സംശയങ്ങളും. ഡൊമിനിക് അരുണിൻ്റെ സങ്കല്പത്തിൽ ദുഷ്ടയായ നീലി നീതിക്ക് വേണ്ടി പൊരുതുന്നവളായി. അഖിൽ സത്യൻ നമ്മൾ ഭയപ്പെട്ടിരുന്ന പ്രേതത്തെ പാവവും നിഷ്കളങ്കവുമാക്കി. അപ്പോൾ പണ്ടും ഇതുപോലെ ഭാവനാസമ്പന്നരായവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നതാവുമോ ഈ ചാത്തനും നീലിയും പ്രേതവുമൊക്കെ? അടിച്ചമർത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റുള്ളവരെ മുതലെടുക്കാൻ, അവരോട് പ്രതികാരം വീട്ടാൻ. വൈദ്യുതിയും ശരിയായ വെളിച്ചവുമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ രാത്രിയുടെ മറവിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത നാടകങ്ങളായിരിക്കില്ലേ ഇതൊക്കെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമൻറ്റ് ചെയ്യുമല്ലോ. പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കഥ ഓർമ്മ വരുന്നു. ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ. ഒരു ചെറിയ ഗ്രാമം. അവിടെ എന്നും രാത്രിയാൽ ഒരു ഭൂതം ഇറങ്ങുന്നു. ആളുകൾക്ക് വഴിയിലൂടെ നടന്നുകൂടാ. അവരെ ഉപദ്രവിക്കുന്നു, കയ്യിലുള്ളത് കവരുന്നു, അല്ലെങ്കിൽ അവർ എല്ലാം വിട്ട് ഓടിപ്പോകുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. ആളുകൾ പരിഭ്രാന്തരാണ്. അവർ പല പൂജകളും മന്ത്രവാദങ്ങളും ഒക്കെ നടത്തുന്നു. അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. രാത്രിയാൽ പുറത്തിറങ്ങാൻ വയ്യ. ആ ഗ്രാമത്തിൽ അല്പം വിവരവും വിവേകവുമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിന് പ്രായോഗികമായ ഒരു പരിഹാരം വേണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം ഈ ഭൂതം പോകുന്ന വഴിയിൽ അദ്ദേഹം നിന്നു. തൻ്റെ അടുത്തേക്ക് വന്ന ഭൂതത്തിൻ്റെ കാല് നോക്കി വാക്കത്തി വെച്ച് ഒരു വെട്ടുകൊടുത്തു. പിറ്റേ ദിവസം അങ്ങാടിയിൽ അദ്ദേഹം ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. കാലിൽ തുണി വെച്ച് കെട്ടി വലിയ മുറിയുമായി നടന്ന ഒരാളെ കയ്യോടെ പിടികൂടി എല്ലാവരെയും പിടിച്ചുകൂട്ടി അദ്ദേഹം സത്യം തെളിയിച്ചു. ഇതുപോലെ ആയിരിക്കില്ലേ ഓരോ യക്ഷിക്കഥകളും ചാത്തനേറുകളും ഒക്കെ? കുളത്തിലും കിണറിലും ഒക്കെ സ്ത്രീകളുടെ ശവങ്ങൾ പൊന്തിയിരുന്ന കാലത്ത് അടിച്ചമർത്തപ്പെട്ട ഏതെങ്കിലും സ്ത്രീയുടെ മനസ്സിൽ വിരിഞ്ഞ പ്രതികാര നടപടിയായിരിക്കില്ലേ ഈ യക്ഷിക്കഥ? രാത്രി ചൂട്ടും കത്തിച്ചിറങ്ങുന്ന സ്ത്രീലമ്പടന്മാരായ മേലാളന്മാരോട് പ്രതികാരം വീട്ടാൻ ഇതിനേക്കാൾ നല്ലൊരു നടപടിയുണ്ടോ? അതുപോലെ ചാത്തനേറുകൾ, നേരിട്ട് പ്രതികാരം വീട്ടാൻ പറ്റാത്ത കരുത്തരായവരോട് ചെയ്യാൻ പറ്റുന്ന സുരക്ഷിതമായ മാർഗം. കല്ലെറിയ, ചോറിൽ മണ്ണും മുടിയുമൊക്കെ വാരിയിടുക, സാധനങ്ങൾ നശിപ്പിക്കുക, അങ്ങനെ എന്തൊക്കെ വിനോദങ്ങൾ. അടിച്ചമർത്തപ്പെട്ടവരും ദുർബലരുമായ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന സുരക്ഷിതമായ തിരിച്ചടികൾ. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്ന വേറൊരു കഥയാണ് കഴുതക്കാരൻ്റേത്. ഫോർട്ട് കൊച്ചിയിലെ ഇന്നത്തെ കോക്കസ് തിയേറ്റർ അന്ന് സൈന തിയേറ്റർ ആയിരുന്നു. അന്ന് അവിടെ നിന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞിറങ്ങി വരുന്ന ആളുകളെ പേടിപ്പിച്ചിരുന്ന ഒരു കഥയാണ് കഴുതക്കാലുള്ള മനുഷ്യൻ. സിനിമ കഴിഞ്ഞ് നടന്നു വരുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നു. നോക്കുമ്പോൾ അയാളുടെ കാലുകൾ കഴുതയുടേതുപോലെ. അവർ അയാളെ കണ്ട് പേടിച്ച് മുന്നോട്ടോടുന്നു. അപ്പോൾ എതിരെ വേറൊരാൾ വരുന്നു. അവരോട് കാരണം അന്വേഷിക്കുമ്പോൾ അവർ അയാളോട് കഴുതക്കാലിനെ പറ്റി പറയുന്നു. അപ്പോൾ അയാൾ അവരോട് ചോദിക്കുന്നു, ഇതുപോലുള്ള കാലുകളാണോ എന്ന്. നോക്കുമ്പോൾ അയാൾക്കും കഴുതക്കാലുകളാണ്. ആ പേടിച്ചോടിയ മനുഷ്യരുടെ അവസ്ഥ ആലോചിക്കാനേ വയ്യ. ഇന്ന് ഈ ആധുനിക ലോകത്തിൽ നമ്മൾ രാത്രിയും പകലാക്കി ജീവിക്കുന്നവരാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കഫേകളും ഉള്ള കാലമാണിത്. രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ ഭക്ഷണം കഴിക്കുന്നവർ ധാരാളം. ബൈക്കിലും മറ്റും ട്രാവൽ ചെയ്യുന്നവർ, ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ മാത്രമല്ല ആ കൂട്ടത്തിലുള്ളത്. ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവരും ഉണ്ടാകും. ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ അടുത്ത ഷിഫ്റ്റിന് വേണ്ടി കയറാനുള്ളവർ. ജീവിതം എങ്ങനെയൊക്കെ മാറിമറിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ നമുക്ക് ചാത്തനെയും യക്ഷിയെയും ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. അതിനേക്കാൾ ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യരെ കാണാൻ നമുക്ക് ഇടവരാതെയും ഇരിക്കട്ടെ. കാരണം യക്ഷിയും പ്രേതവും ഒക്കെ ഇപ്പോൾ നല്ലവരായിരിക്കുന്നു. നമുക്കും നല്ലവരാവണ്ടേ? ഇതൊക്കെ എൻ്റെ മനസ്സിലെ തോന്നലുകളും എൻ്റെ അഭിപ്രായങ്ങളുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.